ഒരു 3D ഫിലിമിന്റെ ഷൂട്ട് കാണാൻ നമുക്ക് അധികം ചാൻസ് ഒന്നും കിട്ടില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന 11 ഷൂട്ടിംഗ് ദാ തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കാണ്. അങ്ങോട്ട് പോയാലോ? ഇത് 11 മൂവിയുടെ സംവിധായകൻ മഹേഷ് ഏട്ടൻ. നമസ്കാരം മഹേഷ് ഏട്ടാ. 11 ഇപ്പൊ പേര് പറഞ്ഞ പോലെ തന്നെ ഒരു മാജിക്കൽ നമ്പറാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മാജിക് ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതൊന്ന് പറയോ, എങ്ങനെയൊക്കെയാണ്? ഇപ്പം നമ്മുടെ ഡിസ്പ്ലേ എപ്പോഴും കാണുമ്പോൾ 11 എന്ന് പറയുന്നതിൻ്റെ മീനിങ് സ്പിരിച്വൽ പ്രസൻസ് എന്നുള്ള ഒരു മീനിങ് ആണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 3D മൂവിയാണ്. ഇതൊരു ഹ്യൂമർ, ഫാൻറ്റസി, മോർച്ചറി സബ്ജക്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും മോർച്ചറി എന്ന് പറയുമ്പോൾ അതെങ്ങനെ 3D ആകും എന്നുള്ളതാണ്. എല്ലാവരും ചോദിച്ചു, എല്ലായിടത്തും കഥ പറയാൻ പോയപ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇതെങ്ങനെ 3Dയിൽ നിങ്ങളിതെങ്ങനെ കാണിക്കും മോർച്ചറി എന്നുള്ളത്. അപ്പോൾ മോർച്ചറിക്കകത്ത് നടക്കുന്ന ആനുകാലികമായിട്ടുള്ള ഓരോ ആത്മാക്കളുടെ, നമ്മുടെ സിദ്ധു എന്ന് പറയുന്ന ക്യാരക്ടർ ധ്യാൻജിയാണ് ചെയ്യുന്നത്. ധ്യാൻജി മോർച്ചറി സൂക്ഷിപ്പുകാരനാണ്. അവിടെ വരുന്ന ഓരോ ആത്മാക്കളുമായിട്ടുള്ള സംവാദമാണ് ഈ സിനിമയുടെ പ്രമേയം. മൊത്തത്തിൽ 3D സ്റ്റീരിയോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നോളജി അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നതും. അപ്പോൾ അങ്ങനെയുള്ള മൂവി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. കുട്ടികൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരും. ഇത് വന്നിട്ട് Panasonic AG3D P1 എന്ന് പറയുന്ന ക്യാമറയാണ്. പിന്നെ രണ്ടാമത്തത് കൺവെർഷൻ മൂവീസ് ഉണ്ട്. എല്ലാ ഇംഗ്ലീഷ് മൂവീസ് എല്ലാം ഇത് 3D to 2D to 3D കൺവെർഷനാണ്. ഇത് ആക്ച്വലി ഡയറക്റ്റ് 3D ആണ്, കൺവെർഷൻ അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ പഴയ ആ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ ഫീലും നമുക്കിതിൽ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് 3D എന്ന് പറയുമ്പോൾ നമ്മളിത് കാണുമ്പോൾ ഇത് 3D ആ ഒരു ഇഫക്റ്റിൽ കാണണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് വേറെ അതിനുള്ള കണ്ണടയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണോ? ഒന്നുമില്ല, നമ്മുടെ ഇപ്പോൾ സാധാരണ 2D ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒറ്റ കണ്ണുകൊണ്ട് കാണുന്നതാണ് നമ്മുടെ 3D. ഇപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതേമാതിരി 3D ക്യാമറയിൽ നമ്മൾ രണ്ട് കണ്ണുകൊണ്ടും എന്താണോ കാണുന്നത് ആ ഡെപ്തും ആ വിഷനും നമുക്ക് ഇതിൽ കൂടി ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ക്യാമറ നമ്മുടെ മെയിൻ ഈ ക്യാമറയുടെ സ്റ്റീരിയോഗ്രാഫർ എന്ന് പറയുന്നത് ജീമോൻ പൈലിയാണ്. പുള്ളി ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമറ സ്റ്റീരിയോസ്കോപ്പി ചെയ്യുന്നതാണ് പുള്ളി. ഇതാണ് ജീമോൻ പൈലി വിളിക്കാം. സാധാരണ ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരും ഈ ക്യാമറയെക്കുറിച്ചൊക്കെ. റിയൽ 3D ആണിത്. ഇപ്പോൾ മറ്റേ പോപ്പപ്സ്, ഇപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ മടി കുട്ടിച്ചാത്തിനൊക്കെ ഇത് ഫോർഗ്രൗണ്ടിലേക്ക് ബലൂണും ബാക്കി കാര്യങ്ങളൊക്കെ പോപ്പപ്പ് സ്റ്റൈൽ ഓഫ് പോപ്പപ്പ് പറഞ്ഞു. അപ്പോൾ അത് ധാരാളം സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്താലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് ഇതിന് റിയൽ 3D എഫക്റ്റാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഫോർഗ്രൗണ്ടിലേക്ക് കൈ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഫോക്കസ് ഇവിടെയാണെങ്കിൽ എത്രത്തോളം ഫോർഗ്രൗണ്ടിലേക്ക് വരുന്നോ അങ്ങനെ തന്നെ നമ്മുടെ ആ വിഷൻ നമുക്ക് 3D എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഒരു ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് മൂവ്മെൻറ്റ്സ് നടക്കില്ല. ഇതിന് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഐ റൈറ്റ് ഐ ആണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് വരുന്നത്. ഇതിനെ നമ്മൾ കൺവേർജൻസ് വഴി സിംഗിൾ ലെയറാക്കും. അങ്ങനെ 3D ഡെപ്തിലേക്ക് പോരും. അപ്പോൾ ഓരോ ഫ്രെയിമും ഫ്രെയിം ടു ഫ്രെയിം ലെയേഴ്സ് നമ്മൾ എത്രയുണ്ടോ അത്രത്തോളം നമ്മളത് ഒബ്സർവ് ചെയ്ത്, അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഡയറക്ടറും സ്റ്റീരിയോഗ്രാഫറും തമ്മിലുള്ള സ്ക്രിപ്റ്റും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ അത് ബേസ്മെൻറ്റ്. സഡൻ ഇത് ഒരു ഷോട്ട് വയ്ക്കുമെന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റർബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഷോട്ടിൻ്റെ കോമ്പോസിഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ ഷോട്ടിൻ്റെ. അപ്പോൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു ടൈമിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 3D എടുക്കുന്നതിനും ഒരു ലൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്. അത് എനിക്ക് മനോഹരമാക്കി തന്ന വ്യക്തിയാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ മറ്റെല്ലാതിനെ കുറിച്ച് ഡെപ്ത് ഓഫ് ഫീൽഡിലെ ലെയർ ലൈറ്റിങ് വളരെ മനോഹരമായിട്ട് പ്രജിത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രത്തോളം ഒബ്ജക്റ്റ് ഉണ്ടോ ആ ഒബ്ജക്റ്റിന് ലൈറ്റിംഗ് കൊടുത്തിട്ട് അത് ലെയർ ബേസ് ചെയ്തിട്ട് ഡെപ്ത് വരുമ്പോൾ മാത്രമാണ് 3Dക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ കൂടെ നമ്മൾ അഡീഷണൽ ഗ്രാഫിക്സിൽ വരുന്ന പല സംഭവങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർക്ക് അതിനൊരു ഇമ്പാക്റ്റ് തോന്നുന്നത്. ഫോക്കസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഫോക്കസ് സ്റ്റാർ എന്ന് പറയും. ഇതിൻ്റെ ഏതാണോ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ നിർത്തിയിട്ട് അത് വെച്ചിട്ട് ഇത് വെച്ചായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ലെഫ്റ്റും റൈറ്റും പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. കാരണം
3D മോണിറ്ററിൽ ഡയറക്റ്റ് ഇതിൻ്റെ വിഷൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് അവിടെ മോണിറ്റർ ഇരിക്കുന്ന ആൾ ഇതിനെ ലെയർ ഇതിപ്പോൾ സ്പ്ലിറ്റായിട്ടായിരിക്കും കാണുന്നത്. ഇത് ലെയർ ഒന്നായി വരുന്ന ഒരു പോയിൻ്റ് എത്തും. ആ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ഫോക്കസ് പോയിൻ്റ്. ആ ഫോക്കസ് പോയിൻ്റ് നമ്മൾ മോണിറ്ററിൽ ഇത് വരുന്ന ഈ ഗ്ലാസ് ഇത് പോളറൈസ്ഡ് സിസ്റ്റമാണ്. പണ്ടത്തെ അനാക്ലിക് സിസ്റ്റം ഉണ്ട്. പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഗ്ലാസ്. നമ്മൾ സാധാരണ പേപ്പർ ഗ്ലാസും ഇതിനുപയോഗിക്കാം. അതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ഔട്ട് നമുക്ക് വച്ച് കണ്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെപ്ത് എന്താണെന്ന് ഡയറക്റ്റ് കാണാൻ പറ്റും. പിന്നെ അനാക്ലിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലൂ ഗ്ലാസ് ആണ്. ഇത് പോളറൈസ്ഡ് സിസ്റ്റമാണ്. 2 മെത്തേഡ് ഉണ്ട്. അത് ഒന്ന് ഇതാണ്. അപ്പം നമ്മൾ ഡയറക്ടർ ഒരു ഫ്രെയിം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് വരുന്നതിന് നമുക്ക് കൺമുന്നിലേക്ക് ഇപ്പോൾ മൈഡർ കൂട്ടിച്ച് അതിൻ്റെ പോലെ കൺമുമ്പിലേക്ക് വരുന്നതിന് പോപ്പപ്പ് എന്ന് പറയും. അത് വെച്ചിട്ട് നമ്മൾ ബാക്കിലേക്ക് പോകുന്നതിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് അപ്പോൾ വളരെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ണുകൊണ്ട് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് 3Dയിലും കാണാൻ പറ്റും. അതിൻ്റെ ഒരു ടൈമിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോക്കസ് കാർഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നത് കാണാൻ ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ കാണാം. ഇപ്പോൾ നമ്മളവിടെ കണ്ട ഫോക്കസ് സ്റ്റാറിൻ്റെ കറക്റ്റ് മോണിറ്റർ ഇതാണ്. ഈ മോണിറ്റർ വെച്ചിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മോണിറ്ററിൽ കാണുമ്പോൾ അത് ലെയർ ബേസ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ വരുന്ന ഗ്ലാസ് ഉണ്ട്. ഇത് പോളറൈസ്ഡ് സിസ്റ്റമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ 3D മോണിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന വിഷൻ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പോൾ നോക്കി കണ്ടോ, ഭയങ്കര ഡെപ്ത് അല്ലേ. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫൂട്ടേജ്. ഒന്നും കൂടി ക്യാമറ നേരെ വന്നേ. ഇത് നമ്മളിങ്ങനെയുള്ള വിഷൻസ് ആയിരിക്കും ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാൻ പറ്റും. ഒരാൾ നമ്മൾ അറിയാണ്ട് കൈ പിടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇനി നമുക്ക് നായകനോട് ചോദിക്കാം സിനിമയുടെ വിശേഷങ്ങൾ. ധ്യാൻ, നമസ്കാരം. 1111 ഭയങ്കര മാജിക്കൽ നമ്പറാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതിനെക്കുറിച്ച് ക്ലൂ തന്നു. ധ്യാൻ ഇതിലേക്ക് വന്നത് എങ്ങനെയാണ്? ഞാനിത് മഹേഷ് നമ്മുടെ മെരിലാൻഡിൻ്റെയും സിനിമകളുടെ മെരിലാൻഡ് ശാഖ നമ്മുടെ പാർട്ട്ണറാണ്. മെരിലാൻഡിൻ്റെ മിക്ക സീരിയലുകളുടെയൊക്കെ CGയും VFX ഒക്കെ ചെയ്യുന്ന കഴിഞ്ഞ 2-3 സിനിമകൾ നമ്മുടെ സിനിമകളിലൊക്കെ VFX ഒക്കെ മഹേഷായിരുന്നു. അങ്ങനെ മഹേഷായിട്ടുള്ളൊരു മുൻപരിചയം. അപ്പോൾ നമ്മുടെ പരിചയമുള്ള പ്രൊഡ്യൂസർ സജിയേട്ടനായിക്കോട്ടെ നമ്മൾ ഒരുമിച്ച് ഇതിനു മുന്നേ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബന്ധമുണ്ട് ഓൾറെഡി. അങ്ങനെ അവർ ഇങ്ങനെ ഒരു 3Dയിലൊരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഇതിനൊരു കൗതുകം തോന്നി. അല്ല, അതെ, ഇപ്പം നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു ഡയറക്ടർ എന്നുള്ളൊരു കൗതുകം കൂടി ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത്? ഒന്നുമില്ല, നമ്മൾ എടുത്ത് കണ്ടുവരുമ്പോൾ ഒരു രസമുണ്ടല്ലോ. നമ്മൾ 3D അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് വരുന്നു. കാരണം കുറച്ച് പണിയുണ്ട്. കാരണം നമ്മൾ ഒരേ സമയം 2Dയിലും 3Dയിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില ഷോട്ടുകളൊക്കെ നമ്മൾ ഒന്നൊരുതവണ എടുത്ത് പിന്നെയും 3Dയിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടൈം കൺസ്യൂമിങ് ആണ് ഈ പ്രോസസ്സ് മൊത്തത്തിൽ. പക്ഷേ ഇടുന്നതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. പിന്നെ ഈ സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു മോർച്ചറി അല്ലെങ്കിൽ കുറച്ച് മോർച്ചറിയിൽ അകത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ പ്രേതങ്ങളും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനകത്ത് ചില വിഷ്വലിലൊക്കെ അത് പുള്ളി ഇത് ചെയ്തു വരുമ്പം നന്നായിരിക്കും എന്നൊക്കെ തോന്നിയപ്പോൾ എനിക്ക് തോന്നുന്നതൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ രസമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പുള്ളി ഇതിന് മുന്നേ ഒരു 3D സിനിമയൊക്കെ ഇതേപോലെ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രസമായിരിക്കണം. ഓക്കെ, മൊത്തത്തിൽ അപ്പിയറൻസ് ഒക്കെ ആകെ മാറി. കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല, അതായത് ആകെ ഒന്ന് ടോൺ ഡൗൺ ചെയ്തു ബോഡി. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, അത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ചേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അത് കഴിഞ്ഞ് അത് ഒക്ടോബറിലായിരുന്നു അതിൻ്റെ സ്കെഡ്യൂൾ. അത് ആ സമയത്തേക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ലോസ് ചെയ്തതാണ്. ഇപ്പം എല്ലാവരും ഇതിൽ 1111 എന്ന് പറയുന്ന നമ്പറിൻ്റെ കുറേ സിങ്ക്രോണിസിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. ധ്യാനിന് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ആ ഒരു നമ്പറിനെ വെച്ചിട്ട്? ഇല്ല, എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. ഇവർ പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് ഏഞ്ചൽ പാസിംഗ് എന്നൊക്കെ അല്ലേ പറയാം അല്ലേ, അങ്ങനെ എന്തൊക്കെ അല്ലേ? കേട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സംഭവിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്, എന്തോന്നുണ്ടെന്നോ അല്ലേ, സ്പിരിച്വൽ കണക്ഷൻസ് എന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാറൊന്നും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഇതുവരെ. ആഗ്രഹിച്ചൊക്കെ കിട്ടും. ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാ അത്യാവശ്യം ഹോംവർക്ക് ഒക്കെ ചെയ്ത് മൂവീസ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, സിമ്പിളാണ്. സിമ്പിളാന്നല്ല, മൊത്തത്തിൽ ഇത് പരിപാടി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാം സിമ്പിളാണ്.
അപ്പോൾ ഇത് ഒരു 3D മൂവിയാണ്. അപ്പോൾ വളരെ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കാണാൻ നിൽക്കുന്നവർക്കായാലും ഇതിന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കായാലും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയും. തീർച്ചയായിട്ടും അത് ഒരു വളരെ വ്യത്യസ്തമായ, കാരണം ഇതൊരു ആക്ച്വലി ഒരു മലയാളം മൂവി മാതിരിയല്ല നമ്മളിത് ചെയ്യുന്നത്. സോ ഇതൊരു ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഒരു ഇൻ്റർനാഷണൽ മൂവി എന്ന ലെവലിലാണ് അതിൻ്റെ പേരായിരുന്നാലും അതിലെ കൺസെപ്റ്റ് ആയിരുന്നാലും എല്ലാം എല്ലാത്തരം ആൾക്കാർക്കും, കാരണം കുട്ടികൾക്കും ഫാമിലിക്കും ഈവൻ യൂത്ത് എല്ലാവർക്കും വേണ്ടുന്ന കൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മേക്ക് ചെയ്തിരുന്നത്. 11 ചേട്ടൻ കാണാറുണ്ടോ? ഐ മീൻ ഈ പറഞ്ഞ നമ്പർ ചേട്ടനെ ഫോളോ ചെയ്യാറുണ്ടോ? ഈ ഇപ്പം ഞാനും ഇതിൻ്റെ ഡയറക്ടർ നമ്മൾ ഫ്രണ്ട്സാണ്. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ മൊബൈൽ എടുക്കുമ്പോൾ നമുക്ക് കാണുന്നത് ആ 11 എന്ന് പറയുന്ന ടൈമിലായിരിക്കും പല വട്ടവും. അവൻ പുള്ളി എടുത്തിട്ട് ഇന്നും അതാണ് സംഭവിച്ചത്. എന്തോ ഒരു കാര്യം പറഞ്ഞ പുള്ളിയാണ് മൊബൈൽ എടുത്ത് കാണിച്ച് ദാറ്റ് ടൈം 11. ഓക്കെ. സോ ഞങ്ങൾ അതിൻ്റെ ഒരു പിറകിലാണ്. അപ്പോൾ കുറേ മാജിക്കുകൾ നമുക്ക് എന്തായാലും ഇതിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും മാജിക്കുകളും ഫുള്ള് സെറ്റ് വർക്കുകൾ. ഇപ്പം മെറിലാൻഡിൽ കഴിഞ്ഞ ഒരാഴ്ച മെറിലാൻഡിലായിരുന്നു ഷൂട്ട്. ഏകദേശം വേണ്ട 10-20 ദിവസത്തോളം 10-25 പേര് നിന്നിട്ടാണ് സെറ്റ് വർക്ക് നടത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇവിടുത്തെ ചിത്രാഞ്ജലിയിലും സെറ്റ് വർക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് സെറ്റ് വർക്ക് 2 മെയിൻ സംഭവങ്ങളാണ് 2 സെറ്റ് വർക്കിലായിട്ട്. അപ്പോൾ അതും ഇവിടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്.